സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ജസ്റ്റ് എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒന്നിനെ പറ്റി അങ്ങനെ കരടുള്ള റിവ്യൂ ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ജസ്റ്റ് എനിക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് എനിക്ക് അത്ര കാര്യമായിട്ട് ഇഷ്ടമല്ലാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഇവിടെ ഞാനൊരു പിമ്പിൾ പാച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പിമ്പിൾ പാച്ചാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടോണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടോണറിൽ ഫസ്റ്റ് വൺ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. ഇത് ഞാൻ ആകെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഇത്രയാണ്. കാരണം ഇത് അധികം ആയിട്ടില്ല മേടിച്ചിട്ട്. പിന്നെ ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് അധികം തീരാത്തത്. ഇത് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ഇതുവരെ ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ടോണർ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് കൊസാറക്സിൻ്റെ ഈ AHA or BHA ടോണറാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഇത് ഞാൻ ഓൾമോസ്റ്റ് നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നതാണ്. ഇത് എനിക്ക് ഇങ്ങനെ ഫേസിൽ അത്യാവശ്യം നല്ലോണം പിമ്പിളൊക്കെ വരുമ്പം ഞാൻ ഉപയോഗിക്കുന്ന ടോണറാണിത്. പിന്നെ ഇടയ്ക്കൊന്ന് ഞാൻ ഇപ്പോൾ വീക്ക്ലി ട്വൈസ് ഒക്കെ ഞാൻ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കും. എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഒത്തിരി ഇങ്ങനെ റിസൾട്ട് ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സാധനമാണ് ഈ സാധനം. പിന്നെ ഞാൻ സ്വന്തം ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് ഇത് ഞാൻ മിൻറ്റ് ലീവ്സ് വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധനം. മിൻറ്റ് ലീവ്സ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതിൻ്റെ നമ്മളിങ്ങനെ അരിച്ചെടുത്ത ഒരു ഇതാണ് കേട്ടോ. പക്ഷേ ഇത് അടിപൊളിയാണ്. ഇത് നമ്മുടെ ഇങ്ങനെ ഫേസിൽ കുരുവോ ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ നല്ലതാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു സ്മെല്ലുണ്ട്. ഇതിന് നമ്മൾ തന്നെ ഉണ്ടാക്കിയതിൻ്റെ ആണെന്ന് എനിക്കറിയില്ല, ഭയങ്കര ഒരുമാതിരി ഒരു വൃത്തികെട്ട സ്മെല്ലുണ്ട് ഇതിന്. പക്ഷേ എനിക്കറിയില്ല, ഇനി ഇതിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര തണുത്ത് ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല. പക്ഷേ ഇതിനൊരു സ്മെല്ലുണ്ട്. പക്ഷേ അല്ലാണ്ട് ഇതൊന്നും നാശമായി പോയിട്ടൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്തോ ഒരു സ്മെല്ല് എനിക്ക് തോന്നാറുണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇത് നല്ല സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നുമാണ് എൻ്റെ ടോണർ. പിന്നെയെന്ന് പറയുന്നത് പിന്നെ ഈ ഒരു സാധനം, ഈ പവർ എസൻസ് കൊസാറക്സിൻ്റെ തന്നെ ഈ എസൻസ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇതും ഓൾമോസ്റ്റ് ഫിനിഷ് എനിക്ക് കാണും. ഓൾമോസ്റ്റ് ബോട്ടിൻ്റെ ഒരു അറ്റത്തൊരിച്ചിരേ ഉള്ളൂ. ഇത് അടിപൊളി സാധനമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാനാണെങ്കിൽ നമ്മൾ ടോണർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഡ്രൈ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും വരാറില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടോണർ ഉപയോഗിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ, അതായത് ഫുൾ അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് അബ്സോർവ് ആയി വന്നു കഴിയുമ്പം ഞാൻ ഇത് ഉപയോഗിക്കും. ഫുള്ള് ഡ്രൈ ആവുന്നതിന് മുന്നേ ഞാനിത് ഉപയോഗിക്കും. ഇത് അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത്. നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഒന്ന്. പിന്നെ സിറം പറയുവാണെങ്കിൽ എൻ്റെ അടുത്ത് വൈറ്റമിൻ C സിറം 2 എണ്ണമാണുള്ളത്. ഒന്ന് മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ C സിറം. ഇത് അടിപൊളി ഒരു സിറാണ് കേട്ടോ. ഞാൻ ഫോക്കസ് ആവുന്നില്ല തോന്നുന്നു. ഓക്കെ, സോ ഇതൊരു നല്ല സിറാണേ. ഫോക്കസ് ആവും. ഓക്കെ, ഇതാണ് മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ C സിറം. ഇത് അടിപൊളി ഒരു സിറാണ്. പിന്നെ എൻ്റെ അടുത്തുള്ളത് അതെന്താ വായിക്കുന്നത് എനിക്കല്ല, ഇതെനിക്കൊരാൾ തന്നെയാണ്. GRUUM എന്നാണ് ഇതിൻ്റെ പേര്. ഗ്രൂം നോക്കണം, ഇത് പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. സോ എനിവേ, ഇതാണ് ഒരെണ്ണം. ഇതെനിക്കൊരാൾ തന്നെയാണ്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ല. ഞാനിത് ഇത്ര ഉപയോഗിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല. എന്നാൽ ഇത് കാരണം എനിക്ക് ബ്രേക്ക് ഔട്ട്സോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് വേറൊരു ബാലൻസിൻ്റെ തന്നെ ഒരു വൈറ്റമിൻ C സിറം ഉണ്ടായിരുന്നു. അതാണെങ്കിൽ ഇവിടെ ഷോപ്സിലൊക്കെ കുറച്ചുകൂടെ അവൈലബിൾ ആയിട്ടുള്ളതാണ്, കുറച്ചുകൂടി ചീപ്പായിട്ടുള്ളതാണ്. പക്ഷെ അത് വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക്. അത് കുറച്ചുകൂടെ എനിക്ക് എന്താ പറയുക, നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഈ എന്താ പറയുക ഇങ്ങനത്തെ ആക്നെ മാർക്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ളത് നിയാസിനമൈഡ് സെറാണ്. ഇത് 2 എൻ്റെ അടുത്തുണ്ട്. ഒന്ന് ഇതുപോലെ തന്നെ മിനിമലിസ്റ്റ്, ഇത് ഓൾമോസ്റ്റ് ഫിനിഷായി. ഇതും ഓൾമോസ്റ്റ് ഫിനിഷായി. ഇത് ഇൻകി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ നയാസിനമൈഡ് സെറാണ്. ഇതും നല്ലൊരു സെറാണ്. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഈ ഒരു സാധനം. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ദിവസത്തെയും സ്കിൻ കെയർ റൊട്ടീനുള്ള ഒരു സാധനമാണ് ഈ ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് സെറം. ഇതാണെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ഇനി മോർണിംഗ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ നൈറ്റ് ഞാനിത് എന്തായാലും മസ്റ്റായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. ഇത് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ആക്നെ മാർക്സ് ഒക്കെ കളയാൻ വേണ്ടി നല്ലതാണ്. ഇതിനകത്ത് നിയാസിനമൈഡ് തന്നെയാണ് കേട്ടുള്ളത്. പക്ഷേ ഇത് ഒത്തിരി സമയം എടുക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്, പക്ഷേ സ്റ്റിൽ ഇറ്റ് വർക്ക്സ്. സോ ഇത് ഒന്ന്. പിന്നെ എൻ്റെ അടുത്ത് സിറം ഉള്ളത് ഒന്ന് സിമ്പിളിൻ്റെ ഹൈലൂറോണിക് ആസിഡ് സിറമാണ്. ഇത് ഭയങ്കര എഫക്റ്റീവാണ്, നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറമാണ് കേട്ടോ. ഞാൻ സിമ്പിളിൻ്റെ ആണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല സിറമാണ് കേട്ടോ. എല്ലാം നല്ലതാണ്, പക്ഷെ ചിലതൊന്നും ഞാൻ അത്ര എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഈ 2% സാലിസിലിക് ആസിഡ് ഫ്രം ഡെർമാക്കോൻ്റെ ആണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. ഇതും ഓൾമോസ്റ്റ് ഫിനിഷായി ഇത്. പിന്നെ എൻ്റെ അടുത്ത് ഒന്നുള്ളത് പോളാസ് ചോയ്സിൻ്റെ 2% BHA ലിക്വിഡ് സെറമാണ്, ലിക്വിഡ് എക്സ്ഫോളിയൻ്റ് ആണ്. ഇതും സാലിസിലിക് ആസിഡ്. ഇതും നല്ലതാണ്, പക്ഷേ ഇത് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഡെർമാക്കോൻ്റെ ആണ്. കാരണം ഇത് നല്ലതല്ലാത്തതുകൊണ്ടല്ല, ഇത് ഞാൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ മുഖം കുറച്ചുകൂടി ഇങ്ങനെ എന്താ പറയുക, എനിക്കിങ്ങനെ ഒരു സ്റ്റിക്കി ഫീൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിനേക്കാളും ഇഷ്ടം ഇതാണ്. പക്ഷേ ഇത് തീർന്നു കഴിയുമ്പം പിന്നെ നാട്ടിൽ പോകുന്നവരെ ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. എന്നാൽ ഞാൻ ഇത് ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ സ്റ്റിൽ ഐ പ്രിഫർ ദിസ് വൺ. പിന്നെ ഉള്ളത് ഓക്കെ, എൻ്റെ മോയ്സ്ചറൈസർ എൻ്റെ അടുത്ത് 3 ഉണ്ട്. ഫസ്റ്റ് വൺ ഈ ഒലൈൻ്റെ വൈറ്റമിൻ സി ആൻറ്റി ഡാർക്ക് സ്പോട്ട് ഡേ ക്രീമാണ്. ഇത് SPF 30 ഉണ്ട്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് മോർണിംഗ്. പക്ഷേ ഞാൻ പറയത്തില്ല ഇതിങ്ങനെ ഈ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് അത്ര എഫക്റ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ബിക്കോസ് എൻ്റെത് ഇപ്പോൾ ഡ്രൈ സ്കിന്നാണ്. പക്ഷേ അതിന് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാനിതൊന്ന് വാങ്ങിച്ചത് കൊണ്ട് ഞാനിത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണിത്. പക്ഷേ ഇത് കണ്ടെയ്ൻസ് വൈറ്റമിൻ സി ആണ്. എനിക്ക് പ്രത്യേകിച്ച് മാറ്റാൻ തോന്നിയില്ല. പിന്നെ പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ഒരാളെ എനിക്കറിയാം ഭയങ്കര അടിപൊളിയാണെന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. എനിക്ക് ഓരോരുത്തരുടെ സ്കിൻ ഡിഫറെൻ്റ് അല്ല, അവൾക്കിത് ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവളാണ് എനിക്കിത് റെക്കമെൻഡ് ചെയ്തത്. പക്ഷേ എൻ്റെ സ്കിൻ ടൈപ്പും അവളുടെ സ്കിൻ ടൈപ്പും വ്യത്യാസം ഉള്ളതുകൊണ്ടെന്നു എനിക്കിത് വർക്കായില്ല. പിന്നെ ഉള്ളത് ഇതെൻ്റെ ഫേവററ്റ് ആയിരുന്നു. ഐ മീൻ ഇപ്പോഴും ആണ്, പക്ഷേ ഇപ്പം എനിക്ക് വേറൊരു ഫേവററ്റ് ഉണ്ട്. ഓക്കെ, ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ഞാൻ എന്തൊക്കെ ഒന്ന് എൻ്റെ 3-ാമത്തെയോ 4-ാമത്തെയോ എങ്ങാണ്ട് ബോട്ടിലാണ് ഞാനിത് മേടിക്കുന്നത്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം ഇതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ പോൺസിൻ്റെ ക്രീമില്ലേ, പോൺസിൻ്റെ ഈ ഒരു സൂപ്പർ ലൈറ്റ് ജെൽ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ആണെന്ന് എനിക്കറിയത്തില്ല. ഇത് ഭയങ്കര ജെൽ ഓക്കെ ഇത് കണ്ടോ, ഭയങ്കര ഒരു ജെൽ ആണ്. പിന്നെ എന്താ പറയുക, കുറച്ചും കൂടെ ഇതിപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതെന്താ പറയുക, ഇപ്പം എൻ്റെത് ഡ്രൈ സ്കിന്നാണ്, എന്നാൽ എനിക്ക് ഒത്തിരി ഇങ്ങനെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഒത്തിരി ഓയിലി ആയിട്ട് ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഈ പോൺസിൻ്റെ ഈ മോയ്സ്ചറൈസർ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ എൻ്റെ സൺസ്ക്രീൻ, എനിക്ക് 2 സൺസ്ക്രീൻ ഉണ്ട്. ഒന്ന് ഇതാണ്. പൊതുവെ ഞാൻ കണ്ടുപിടിക്കുന്ന സൺസ്ക്രീൻ ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് എന്താ പറയുക ഭയങ്കര ഓയിലി ആയിട്ട് എനിക്ക് തോന്നും. പക്ഷേ ഈ ഒരു സാധനമാണ് എനിക്കിത് ഇങ്ങനത്തെ ഈ 2 പ്രശ്നമില്ലാതെ എനിക്ക് എന്താ പറയുക, ഇപ്പം അടിപൊളി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സൺസ്ക്രീനാണ് ഈ ഒരു സാധനം, ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ഈ സൺസ്ക്രീൻ. ഇത് ഇപ്പം എന്നെപ്പോലെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ഓയിലി ഒന്നും ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റിയ, പിന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാതെ പറ്റിയ ഒരു സൺസ്ക്രീനാണ് ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ. പിന്നെ എൻ്റെ അടുത്ത് വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. അതിൻ്റെ പേര് ഞാൻ എടുക്കാനും പറഞ്ഞു. ഞാനിപ്പോൾ എടുത്തുകൊണ്ടുവരാം. ഓക്കെ, ഈ സൺസ്ക്രീൻ ബയോർ UV സൺസ്ക്രീൻ അക്വാറിച്ച് വാട്ടറി എസൻസ് എന്ന് പറയുന്നത്, ഇതും ഭയങ്കര അടിപൊളി സൺസ്ക്രീനാണ്. SPF 50+, PA++++ ഉണ്ട്. പിന്നെ ഇതും 0 വൈറ്റ് കാസ്റ്റ് ആണ്. പിന്നെ ഇത് കുറച്ചും കൂടെ എനിക്കൊരു ഓയിലി ആയിട്ട് തോന്നി, പക്ഷേ നമുക്കിങ്ങനെ തീർന്നു, അതുകൊണ്ട് ഇത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതും ഒരു അടിപൊളി സൺസ്ക്രീൻ ആണ് കേട്ടോ. പക്ഷേ ഇതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ബ്യൂട്ടി ഓഫ് ജോസിന് ഉപയോഗിക്കാനാണ്. പക്ഷെ ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ 2 സൺസ്ക്രീനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കണ്ടോ, ഇതും ഭയങ്കര അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്യാനും മീൻസ് ഇങ്ങനെ 0 വൈറ്റ് കാസ്റ്റ് ആണ്. കണ്ടോ, ഫോക്കസ് ആവുന്നില്ല.
ഓക്കെ, എനിവേ, സോ ഈ സൺസ്ക്രീൻ ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ. ഇതാണ് ഏറ്റവും ഫേവറേറ്റ്, പക്ഷേ ഇത് രണ്ടും ഞാൻ ഉപയോഗിക്കും. പിന്നെ എൻ്റെ ലിപ് ബാംസ് പറയുകയാണെങ്കിൽ 4 ഉള്ളത്. 4 ഇത് ന്യൂട്രോജനിൻ്റെ SPF വരുന്ന ലിപ് ബാമാണ്. ഇത് നല്ലതാണ്. ഇതിങ്ങനെ ഒത്തിരി ഒരു ഓയിലി അല്ല, നോൺ സ്റ്റിക്കി ഒക്കെ ആയിട്ടുള്ള ഒരു സാധനം. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലിപ് ബാം. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ലിപ് ബാം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു ലിപ് ബാമാണ് ഈ ബോഡി ഷോപ്പിൽ നിന്ന് മേടിച്ച അവോക്കാഡോ ലിപ് ബാം എന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് ഉപയോഗിക്കാൻ. പിന്നെ ഒരെണ്ണം ലനേജിൻ്റെ ഒരു ലിപ് ബാമാണ്. ഇത് ഞാൻ മേടിച്ചിട്ട് കുറേ ആയി. ഇതിങ്ങനെ ഞാൻ കുറേ പേരുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് മേടിച്ചാണ്. പക്ഷെ ഞാൻ ഒത്തിരി ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അത് നല്ലതാണ്. ഇതിപ്പോൾ എന്താ പറയുക, നമ്മളൊരു ലിപ് ഗ്ലോസ് ഒക്കെ പോലെ നമുക്ക് ഉപയോഗിക്കാം. ഒരു ഇച്ചിരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, കണ്ടോ, ഭയങ്കര ഗ്ലോസി എഫക്റ്റാണ്. ഒരു ലിപ് ഗ്ലോസ് പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റിക്നെസ് തോന്നും. എനിക്കാണെങ്കിൽ ഞാൻ കഴിക്കുന്ന ഫുഡും ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ അതിൻ്റെ ഒരു ഫോം ഇങ്ങനെ എനിക്കിങ്ങനെ പ്ലിക്കുന്നൊന്നും ഇരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. സോ അതുകൊണ്ട് എനിക്ക് ഇതിഷ്ടമല്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇത് ലിപ് ഗ്ലോസ് പോലെ ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ ഇപ്പം സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ അങ്ങനെ ഇത് ഉപയോഗിക്കാറില്ല. അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴൊക്കെ ഒരു ലിപ് ഗ്ലോസിനൊക്കെ പകരമായിട്ട് ചിലപ്പം ഞാനിത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ലാസ്റ്റ്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാതെ ഞാനൊരു അബദ്ധം പറ്റി മേടിച്ചു എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ലിപ് ബാമാണ് ഈ ഏവോൺ എന്ന് പറയുന്ന ഇതിൻ്റെ ലിപ് ബാം. ഇതിനൊരു വൃത്തികെട്ട മണമാണ്. അത്രയ്ക്ക് വൃത്തികെട്ട മണമാണിത്. ഇത് ഞാൻ അധികം ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതാണ് ഞാൻ മേടിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ലിപ് ബാം. പക്ഷെ എന്തൊക്കെയോ കുറേ ബെനിഫിറ്റ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ബിക്കോസ് ഞാനിത് എല്ലാ ദിവസവും ഉപയോഗിക്കാറില്ല. എനിക്കിതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനെ ഗത്യന്തരമില്ലാത്തൊരു സമയത്ത് നമുക്ക് ചേട്ടയ്ക്ക് ഇങ്ങനെ ലിപ് ബാം ഉപയോഗിക്കണം എന്ന് തോന്നുമ്പോൾ മാത്രം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ലിപ് ബാമാണ് ഈ സാധനം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത്രയാണ് എൻ്റെ ടോട്ടൽ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എത്ര സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാണിച്ചാലും നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ കുരുവും പാടൊക്കെ വരും. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിൻ അടിപൊളിയായിട്ടിരിക്കുന്ന സമയമുണ്ട്. പക്ഷെ എപ്പോഴും അത് അടിപൊളിയായിട്ട് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഞാനിപ്പോൾ എന്നോട് തന്നെ പറയുന്നതാണ്. കാരണം ഞാൻ ഇത്രയൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടും എൻ്റെ മുഖത്ത് ഇപ്പോഴും നിങ്ങൾക്ക് കാണാനിരിക്കും കുരുവും പാടും ഒക്കെ. സോ ഇപ്പം ഞാൻ എന്നോട് തന്നെ പറയുവാണ്, നമ്മൾ നമ്മുടെ സ്കിന്നൊന്ന് ഹെൽത്തി ആയിട്ട് വെക്കുന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് അതിനകത്ത് വേറെ കുരുവും പാടും ഒന്നും വരത്തില്ല എന്നല്ല നമ്മൾ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിൻ്റെ മീനിങ്. ഓക്കെ, പിന്നെ എൻ്റെ ചില പ്രോഡക്റ്റ്സൊക്കെ ആണെങ്കിൽ അത് ഞാനിങ്ങനെ റിസർച്ച് ചെയ്ത് കുറേ കാലമെടുത്ത് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇങ്ങനെ നോക്കിയായിരിക്കും ഞാനൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് മേടിക്കുന്നത്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ ജസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് അവർ വന്ന് ജസ്റ്റ് എൻ്റെ ഇത് മേടിക്കാം എന്ന് പറഞ്ഞാൽ അവർ മേടിച്ചിട്ട് പോകും. അവരുടെ സ്കിൻ ടൈപ്പും എൻ്റെ സ്കിൻ ടൈപ്പും വ്യത്യാസം ഉണ്ടാവും. ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയ സാധനമൊക്കെ ആയിരിക്കും ഇങ്ങനെ ഇരുന്ന് റിസർച്ച് ചെയ്ത് നോക്കുന്നത്. പക്ഷേ അത് അവർ കൊണ്ടിട്ട് അവർക്കത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഞാൻ ചിലപ്പോൾ മാസങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും കാണാതെ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അത് കൊണ്ടുപോയിട്ട് അടിപൊളിയായിട്ട് തിരിച്ചു വന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഞാൻ ഇത്രയും ഇങ്ങനെ റിസർച്ചൊക്കെ ചെയ്തിട്ടും എനിക്കത് വർക്കായില്ലല്ലോ എന്ന് നോക്കുമ്പോൾ എനിക്കത് വിഷമം തോന്നും, ദേഷ്യം തോന്നും, അസൂയ തോന്നും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ശരി, എൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ മേടിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റിയൊക്കെ റിസർച്ചൊക്കെ ചെയ്ത് നിങ്ങളും നിങ്ങളുടെ സ്കിൻ കെയറിന് പറ്റി, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയതാണെന്നൊക്കെ നോക്കിയിട്ട് മേടിക്കാം കേട്ടോ. അപ്പോൾ ശരി, ഇത്രേ ഉള്ളൂ. ബൈ, ടാറ്റാ.